സാധാരണ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വ്ളോഗാണ് എടുക്കാറ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലാസ്സിലുള്ള വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ളൊരു ലോങ് ബ്രേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ വരാന്തയിൽ നിന്നിട്ട് ഞാൻ ഇരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കുകയായിരുന്നു. ഒരുത്തി ഇതേ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തുട്ടാ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോഴത്തേനും അവൾ ഫോൺ ഓഫാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് 3 ആൾ റെക്കോർഡും സബ്മിറ്റ് ചെയ്തിട്ട് നമ്മളെ കണ്ടപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്നതുണ്ടാ. വലിയ ജാടൊക്കെ ഇട്ടിട്ടാണ് വരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ പുതിയ സിനിമ നോട്ടിയിട്ട് റിലീസാവില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അത് കയറ്റാമെന്ന് വിചാരിച്ച് അതൊക്കെ കയറ്റി സെറ്റാക്കിയിട്ടാണ്. പിന്നെ നമ്മൾ ക്ലാസ്സിൽ പോയപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ റിതി ഇരുന്നിട്ട് റീല് കാണാം കേട്ടോ. ജെറി ഇരുന്നിട്ട് ഇമ്പോസിഷൻ എഴുതണു. വേറെ ഒരുത്ത് എൻ്റെ ബുക്കിലുള്ളത് ഫോട്ടോ തെറ്റ് എഴുതിയിട്ട് അവൻ എന്നെ എന്ത് പറയണമെന്ന് അറിയില്ല. ഞാൻ വെച്ചാൽ വീഡിയോ ഓണാക്കി വെച്ചേക്കായിരുന്നു. അവനെന്നെ തെറി വിളിക്കാനും പറ്റുന്നില്ല, ഒന്നിനും പറ്റുന്നില്ല. പാവൻ ചെക്കൻ. അത് കഴിഞ്ഞ ശേഷം നമ്മൾ മൈലാഞ്ചി ഇടാമെന്ന് വിചാരിച്ചേ. അങ്ങനെ നമ്മൾ മൈലാഞ്ചി ഇടാൻ ഫോണിൽ നമ്മൾ പിക്കൊക്കെ നോക്കി സെറ്റാക്കി എന്നിട്ട് ആ പിക്കൗട്ട് ഇടാമെന്ന് വിചാരിച്ചത്. എന്നിട്ട് കൊളാക്കി തരുമോ എന്നിട്ട് എൻ്റെ പേടി. വലിയ കുഴപ്പമില്ല, അത്യാവശ്യം പടം വരയ്ക്കാൻ അറിയുന്ന കുട്ടിയായതുകൊണ്ട് വലിയ സീനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കൊളാക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ എൻ്റെ കൈ നീട്ടി കൊടുത്തത്. അപ്പോൾ ഇനി എന്താവോ എന്തോന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ഫൈനലി നമുക്ക് പടം വരെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ പാൻ എടുത്തപ്പോൾ പാന തെളിയണില്ല. എന്നിട്ട് വേറെ പാന തപ്പി എടുത്തപ്പോൾ ലാസ്റ്റ് ബ്ലാക്ക് പാൻ ആട്ടോ എടുത്തേക്കണത്. ലാസ്റ്റ് തെളിഞ്ഞ് അങ്ങനെ നമ്മൾ വരയ്ക്കാൻ സ്റ്റാർട്ടാക്കി. വരച്ച് പകുതിയായപ്പോൾ ആ പിക്ക് എങ്ങനെയോ പോയി. ആ പിക്ക് പോയപ്പോൾ ഇനി പുതിയ പിക്ക് എടുക്കണമല്ലോ. അപ്പം ഞാനിങ്ങനെ ഇരിക്കുമ്പോഴാണ് അതേ അടുത്തിരുത്തിയിരുന്ന റീലൊക്കെ ഇരുന്ന് കാണണം. അപ്പം ഞാൻ അവളുടെ അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് റീലൊക്കെ കണ്ട് അപ്പത്തിന് മറ്റുള്ള പിക്കൊക്കെ എടുത്ത് സെറ്റാക്കി. അപ്പോൾ ആ പിക്കും എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. അപ്പം നമ്മളത് വരയ്ക്കാമെന്ന് വിചാരിച്ച് ഇവളുടെ റീല് കണ്ട് നിൽക്കണമില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ റീലൊക്കെ കണ്ടതിന് ശേഷം അവൾ കിടന്നുറങ്ങി. അതിന് ശേഷം നമ്മൾ വരച്ചത് മായ്ക്കണമല്ലോ. വേറെ പടമായിരുന്നു നമ്മൾ എടുത്തത്. അപ്പം നമ്മൾ സാനിറ്റൈസറൊക്കെ വെച്ച് അവൾ മായ്ച്ച് സെറ്റാക്കി. നമ്മളെടുത്ത പടം ഇതാണ് കേട്ടോ. ഇനി ഇത് വരച്ച് വരുമ്പോൾ അള്ളാഹ്ക്കറിയാം ഇതെങ്ങനെ ആവുമെന്ന്. അങ്ങനെ വീണ്ടും നമ്മൾ പടം വര സ്റ്റാർട്ട് ചെയ്തു. ഇതിനി എവിടെ എത്തുമെന്ന് അറിയത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ പടം വരച്ച് ഇങ്ങനെ സ്റ്റാർട്ടാക്കിയപ്പോഴത്തേനും നമ്മുടെ ക്ലാസ്സിലേക്ക് മിസ്സ് വന്ന്. അങ്ങനെ മിസ്സ് ക്ലാസ്സിലേക്ക് വന്നപ്പോഴത്തേനും എല്ലാവരും ക്ലാസ്സിലെത്തിയിട്ടുണ്ടായിരുന്നു. ക്ലാസ്സൊക്കെ എടുത്തതിന് ശേഷം മിസ്സ് പോയി. പിന്നെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ എല്ലാവരും ഇറങ്ങിപ്പോയി. പിന്നെ ഞങ്ങൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.